ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞു. ടെക്നിക്കൽ ഏരിയയുടെ ഗേറ്റ് തുറന്നു കഴിഞ്ഞു. അതിലൂടെ ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്തു കഴിഞ്ഞു. അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ക്യാമറ ദൃശ്യത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുന്നു എന്നതാണ്. ഏറ്റവും മുന്നിലായി നമുക്കൊരു ജീപ്പ് കാണാം, പോലീസ് ജീപ്പ് കാണാം. അത് ഈ പൈലറ്റ് വാഹനത്തിന്റെ ഏറ്റവും മുന്നിലായി സഞ്ചരിക്കുന്ന ജീപ്പാണ്. അത് VVIPകളുടെ യാത്രകളിൽ പതിവായി കാണുന്ന ഒരു കാഴ്ച കൂടിയാണ്. അതിനുശേഷം മറ്റു വാഹനങ്ങളും കടന്നു വരികയും റോഡിൽ വലിയ ക്രമീകരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി റോഡിൽ മറ്റ് ഗതാഗതമെല്ലാം തടസ്സപ്പെടുത്തി എല്ലാ ഒരുക്കങ്ങളും അവിടെ നടത്തിയിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഏകദേശം 25 മിനിറ്റോളം നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വൈകിയാണ് അദ്ദേഹത്തിന്റെ വിമാനം തിരുവനന്തപുരത്തെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലവിൽ നിശ്ചയിച്ച ഈ സമയ പരിപാടികളിൽ ചെറിയ മാറ്റങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി കടന്നു പോകുന്ന അടുത്ത പോയിന്റ് ആണ് ഈ കാണുന്നത്. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നിന്നും ടെക്നിക്കൽ ഏരിയയിൽ നിന്നും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ കാണുന്ന ദൃശ്യങ്ങളുള്ള ആ ഭാഗത്തൂടെ കടന്നു വന്നായിരിക്കും ആ വാഹനം പോകുന്നത്. തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ അവിടെ മാധ്യമങ്ങൾക്ക് പോലും ഒരുപക്ഷെ നിയന്ത്രണങ്ങൾ നിരവധി ഉണ്ടാവാം. കാരണം അവിടെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ ക്യാമറ ദൃശ്യത്തിലേക്ക് ആ വാഹന വ്യൂഹം കടന്നു പോകുന്നത് നമുക്ക് ഉടൻ തന്നെ എത്തിച്ചേരാൻ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാഹന വ്യൂഹം യാത്ര ചെയ്തു തുടങ്ങുന്നു എന്ന് നമുക്ക് കരുതാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചതിലും 25 മിനിറ്റ് വൈകി കൂടിയാണ് അദ്ദേഹത്തിന്റെ വിമാനം തലസ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ VSSCയിലെ പരിപാടിയിൽ ഒരുപക്ഷെ 11:15 അദ്ദേഹം VSSCയിൽ എത്തുമെന്നാണ് നേരത്തെ ഡാൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ചെറിയൊരു ക്രമീകരണം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്ന വാഹനം വ്യൂഹത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം VSSCയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ ഈ വർഷം തുടങ്ങിയതിനു ശേഷം നടത്തുന്ന 3ാമത്തെ സന്ദർശനം കൂടിയാണ്. തലസ്ഥാന നഗരത്തിൽ തലസ്ഥാന മണ്ഡലത്തിൽ അദ്ദേഹം എത്തുന്ന അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി മാറുന്നു. അദ്ദേഹം VSSCയിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അവിടെ നിർവഹിക്കും. 12 മണിയോടുകൂടി അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തും. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ഏറ്റവും മുന്നിലായി കണ്ട കറുത്ത വാഹനത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. അതിന്റെ മുൻ സീറ്റിൽ തന്നെ അദ്ദേഹമുണ്ട്. സാധാരണ നമ്മൾ കാണാറുള്ളതാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുൻ നിരയിൽ ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള ഇടത്ത് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. പ്രവർത്തകരെയും മറ്റും അഭിവാദ്യം ചെയ്യുന്നതിനുള്ള സൗകര്യാർത്ഥമാണ് അദ്ദേഹം അത്തരമൊരു രീതി സ്വീകരിക്കാറുള്ളത്. അദ്ദേഹം ഏറ്റവും മുന്നിൽ സീറ്റിൽ തന്നെ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ കാണുന്ന ക്യാമറയിലേക്ക് ഈ ദൃശ്യത്തിലേക്ക് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരും. ഏറ്റവും മുൻനിരയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനമുണ്ട്. ആ കറുത്ത വാഹനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. അദ്ദേഹം VSSCയിലേക്കുള്ള യാത്രയാണ്. തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഈ വഴിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഈ ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാനാവും. പ്രേക്ഷകരിലേക്ക് ഞങ്ങളത് എത്തിക്കുകയാണ്. അല്പസമയം മുമ്പ് നേരത്തെ നിശ്ചയിച്ചതിലും 25 മിനിറ്റോളം വൈകിയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശന പരിപാടികളിലെല്ലാം തന്നെ ആ ഒരു സമയം നേരത്തെ നിശ്ചയിച്ചിലുമുള്ള ഒരു സമയ ക്രമീകരണം ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുറത്തേക്ക് വരുന്നതാണ് മറ്റൊരു ക്യാമറയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ചില പ്രതിനിധികളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ അവർ പുറത്തേക്ക് വരുന്നു. അവർ ഒരുപക്ഷെ ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിലെ BJPയുടെ പരിപാടി വേദിയിലേക്കാവും പോവുക. ഈ ക്യാമറയിലെ ഈ ദൃശ്യത്തിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഉടൻ തന്നെ കടന്നുവരും. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. മറുവശത്തുള്ള ക്യാമറയിൽ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതിനു ശേഷം മടങ്ങുന്ന ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ, ഗഗൻയാന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ, ഒപ്പം അദ്ദേഹം ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ തവണ അദ്ദേഹം കേരളത്തിലെത്തിയ സമയത്ത് തൃശ്ശൂരിലെത്തിയ
സമയത്ത് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആ ദൃശ്യങ്ങൾ, ആ തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം VSSCയിൽ നിന്ന് പ്രധാനമന്ത്രി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാഹനം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. കറുത്ത കാറിന്റെ മുൻവശത്ത് തന്നെ ഇരുന്നു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 11:15 VSSCയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം അദ്ദേഹം സഞ്ചരിക്കുന്ന കറുത്ത കാറിന്റെ മുൻവശത്ത് തന്നെ പ്രധാനമന്ത്രി ഇരിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം VSSCയിലേക്ക് കടക്കുന്നു. കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഗതാഗത നിയന്ത്രണം അതനുസരിച്ചാണ്. ആ രീതിയിൽ മറ്റ് വാഹനങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി കൂടിയാണ് വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ എത്തും. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള BJPയുടെ സംസ്ഥാന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തുക. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തെ അനുഗമിക്കുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി VSSCയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും അദ്ദേഹത്തിന്റെ കേരളത്തിലെ സന്ദർശന പരിപാടി 25 മിനിറ്റോളം വൈകിയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകി ആ പരിപാടികൾ അവസാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ സമയക്രമീകരണം പാലിക്കേണ്ടതുണ്ട്. VSSCയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി, അവിടെ മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, മറ്റ് അതിഥികളൊക്കെയുണ്ട്. ആ പരിപാടി അദ്ദേഹം പൂർത്തീകരിക്കും. 12 മണിയോടുകൂടി തന്നെ അദ്ദേഹം യാത്ര തിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിലെ BJPയുടെ പദയാത്രയിലേക്ക്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം എന്താണെന്ന ആകാംക്ഷയുയർത്തുന്ന കാത്തിരിപ്പിന് വേണ്ടിയാണ് ഇനിയുള്ള നിമിഷങ്ങൾ. എന്തായാലും മുൻനിരയിൽ അദ്ദേഹത്തിന്റെ വാഹനമുണ്ട്, അത് കടന്നുപോയിരിക്കുന്നു. രഞ്ജിത്തുണ്ട്, ഒപ്പം